റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലബനോനിൽ വിരിയുന്ന ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലെബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ മാതാവിൻ്റെ പിറവി തിരുനാൾ ഒരുക്കമായ 8 നോമ്പിൻ്റെ 7ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോമ്പിൻ്റെ 7ാം ദിവസമായി ഇന്ന് നമ്മൾ വലിയ അഭിഷേകം കിട്ടാൻ വേണ്ടി ധ്യാനിക്കുന്ന ധ്യാന വിഷയം പരിശുദ്ധ മറിയം പരസ്നേഹത്തിൻ്റെ മാതൃക എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. തിരുസഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മറിയം സ്നേഹത്തിൻ്റെ ഒരു സജീവ മാതൃകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വചനം ഇപ്രകാരം പറയുന്നു: ആ ദിവസങ്ങളിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. വീണ്ടും വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 40-ാം വചനം പറയുന്നു: അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയാണ്. പരിശുദ്ധ മറിയം യാത്ര തിരിക്കുന്നതിനെക്കുറിച്ച് വചനം പറയുന്നത് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ്. ഇത്രമാത്രം തിടുക്കത്തിൽ യാത്ര തിരിക്കാൻ എന്താണ് കാരണം? അതിന് കാരണം മാലാഖയിൽ നിന്ന് കേട്ട ദൈവത്തിൻ്റെ വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവിടെ വചനം പറയുക: എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നത് വാർദ്ധക്യ സമയത്താണ്. അസാധ്യമെന്ന് തോന്നുന്ന കാലഘട്ടം. ഇനി ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകില്ല, ഒരിക്കലും കുഞ്ഞിനെ കിട്ടില്ല, ഒരു അമ്മയായി മാറാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ള ഒരു എലിസബത്ത് ഗർഭിണിയായിട്ട് മാറുക. തൻ്റെ ബന്ധുവായ വൃത്തിയായ എലിസബത്ത് ഗർഭിണിയാണ് എന്ന് കേട്ടപ്പോൾ ഈ ഗർഭിണിയായ ഈ വാർദ്ധക്യം വന്ന് എലിസബത്തിനെ സന്ദർശിക്കാനും ശുശ്രൂഷിക്കാനും സഹായിക്കാനും വേണ്ടി പരിശുദ്ധ മറിയം പോകുന്നത് തിടുക്കത്തിലാണ്. ആ തിടുക്കത്തിലും പരിശുദ്ധ അമ്മയും നമുക്ക് ഈ പരസ്നേഹത്തിൻ്റെ വലിയ അഭിഷേകം കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ തിടുക്കത്തിൽ വാർദ്ധക്യം വന്ന് എലിസബത്തിനെ സന്ദർശിക്കാനും സഹായിക്കാനും വേണ്ടി പരിശുദ്ധ മറിയം പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. മറിയം ഈ സമയം ഗർഭിണിയാണ് കേട്ടോ. ഈ ഗർഭിണിയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ മറിയത്തിന് വിശ്രമം ആവശ്യമാണ്, ശാന്തത ആവശ്യമാണ്. ഈ സമയമാണ് തിടുക്കത്തിൽ ഈ വൃത്തിയായി എലിസബത്ത് ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ സഹായിക്കാൻ വേണ്ടി ഓടിപ്പോകുക. തനിക്ക് നിസ്സഹായ അവസ്ഥയുണ്ടെങ്കിലും, ശാരീരികമായ അസ്വസ്ഥതയുണ്ടെങ്കിലും, ശാരീരികമായ പ്രശ്നങ്ങളോ വേദനകളോ രോഗപീഠയുണ്ടെങ്കിലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് വിസ്മരിച്ചുകൊണ്ട് അമ്മ സ്നേഹത്തിൻ്റെ അമ്മയായതുകൊണ്ട് തന്നെ ആവശ്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, തന്നെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കാതെ, തന്നെ വേദനയൊന്നും ശ്രദ്ധിക്കാതെ തന്നെ പ്രിയപ്പെട്ട ഈ എലിസബത്തിനെ സന്ദർശിക്കാനും സഹായിക്കാനും വേണ്ടി മറിയം ഇറങ്ങി ഓടുകയാണ്. എത്രയും നല്ല മാതൃകയാണ്. ഇങ്ങനെയുള്ള മാതൃകകൾ നമ്മുടെ കുടുംബത്തിലും കാണാൻ സാധിക്കും. എത്രയും അമ്മമാരാണ് തങ്ങൾക്ക് ശാരീരികമായ രോഗപീഠയുള്ളപ്പോഴും എഴുന്നേറ്റ് ഒരു നിമിഷം നിൽക്കാൻ സാധിക്കാതെ വരുമ്പോഴും
ആ വേദനയെല്ലാം ആരോടും പങ്കുവയ്ക്കാതെ കടിച്ചമർത്തി വീട്ടിലെ ജോലി രാവിലെ മുതൽ സായംസന്ധ്യ വരെ ചെയ്യുകയാണ്. നമ്മളിത് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഈ അമ്മയോട് നല്ല വാക്ക് പറയാറുണ്ട്. ഒരു അമ്മ പോലും എനിക്ക് തലവേദനയാണ്, മറ്റ് രോഗപേടിയാണെന്ന് പറഞ്ഞ് മക്കൾക്കും കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യാതിരിക്കാറില്ല. വയ്യെങ്കിലും ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് സ്നേഹം കൊണ്ടാണ്. തന്നെ വേദന മറന്ന് തൻ്റെ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഓരോ അമ്മയും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളറിയണം ഈ അമ്മമാരുടെ ഹൃദയം സ്നേഹത്തിൻ്റെ ഒരു ഹൃദയമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയമോ അത് വലിയ സ്നേഹ നിറവുള്ള ഒരു ഹൃദയമാണ്. ഈ പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ഈ വലിയൊരു ഗുണം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മ സ്വയം മറന്നതുപോലെ, അമ്മ തൻ്റെ കാര്യങ്ങൾ വിസ്മരിച്ചതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അതിനെയൊന്ന് സഹായിക്കാൻ വേണ്ടി ഓടിയിറങ്ങുന്ന ഒരു ശൈലി നമുക്കുണ്ടാകണം. നമ്മുടെ കേരളം എത്രമാത്രം ഭാഗ്യമുള്ള ഒരു നാടാണ്. നമ്മുടെ ഈ നാട്ടിൽ പ്രളയമുണ്ടാക്കുമ്പോൾ, പ്രളയക്കെടുതി ഉണ്ടാക്കുമ്പോൾ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി ഓടി വരിക 1, 2, 100 ആയിരങ്ങളല്ല, 10,000 ഓടിക്കൂടി നമുക്ക് കാണാൻ സാധിക്കും. സഹായിക്കാനുള്ള നല്ല മനസ്സ് ഇന്ന് അനേക ലക്ഷങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ജനലക്ഷങ്ങളിൽ പരസ്നേഹത്തിൻ്റെ വലിയ അടയാളം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഈ പരസ്നേഹത്തിൻ്റെ അടയാളം ഈ നോമ്പിൻ്റെ 7-ാം ദിനമായ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോയോട് ചോദിച്ച് പരസ്നേഹത്തിൻ്റെ വലിയൊരു അഭിഷേകം, വേദനിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവം നമുക്ക് നൽകും. നീ താൻ ഗർഭിണിയായതുകൊണ്ട് യാത്രയിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്നും അമ്മ ചിന്തിക്കുന്നില്ല. നമ്മളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, ചില വ്യക്തികളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ച് കൂട്ടാറില്ലേ, ഇതുവഴി എനിക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടാകുമോ? നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന നമ്മളെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ചിന്ത അമ്മയെക്കുറിച്ചല്ല കേട്ടോ, അമ്മയുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചാണ്, അമ്മയുടെ മക്കളെക്കുറിച്ചാണ്, അമ്മയുടെ ബന്ധുമിത്രാദികളെക്കുറിച്ചാണ്. ഈ വാർദ്ധക്യ സമയത്ത് ഗർഭിണിയായ എലിസബത്തിനെ സഹായിക്കാൻ താനല്ലാതെ മറ്റാരുമില്ല കേട്ടോ. താൻ അവിടെ ചെന്നാലാണ് സഹായമായി മാറിയുള്ളൂ. ഇതുപോലെ ഞാൻ നിങ്ങളുമല്ലാതെ വേറെ ആരും സഹായിക്കാനില്ലാതെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ പലരും ഉണ്ടാകാം. നീ അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണ് തുറക്കപ്പെടണം. നീ അവരെയൊക്കെ ഒന്ന് കൈക്ക് പിടിക്കാൻ സാധിക്കണം. അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ സാധിക്കണം. നീ അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സാധിക്കണം. നമ്മൾ പലരും പല രീതിയിലും പലപ്പോഴും പരസ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം, ഞാൻ ആ വ്യക്തിയോട് കരുണ കാണിച്ചാൽ, ഞാൻ ആ വ്യക്തിയെ സഹായിച്ചു കഴിഞ്ഞാൽ നീ അവരും ഇവരെല്ലാം എന്നെ കുറ്റം പറയില്ലേ? നമുക്ക് വിമർശനങ്ങളോട് ഭയമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന ആശങ്കയാണ് എപ്പോഴും. എന്നാൽ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ മറിയം ഈ വിമർശനത്തെക്കുറിച്ച് ഭാരപ്പെടുന്നില്ല. മറിയം ഗർഭിണിയാണ്. ഗർഭിണിയായ ഒരു സഹോദരി ആ സമയം വിശ്രമിക്കേണ്ടതാണ്. ആ സഹോദരൻ്റെ വീട്ടിലായിരിക്കേണ്ടതാണ്. ഈ സഹോദരി ഇങ്ങനെ ഇറങ്ങി നടക്കാൻ വയ്യാത്തതാണ്. ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ സ്വയം മറന്ന് തൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിനെയൊക്കെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീട്ടുകാരോ ബന്ധപ്പെട്ടവരോ അയൽക്കാരൊക്കെ കുറ്റം പറയും, വിമർശിക്കും. എന്നാൽ പലരും പറയുന്ന വിമർശന ശൈലിയിലേക്കോ അവരുടെ സ്വരത്തിലേക്കൊന്നും പരിശുദ്ധ അമ്മ ശ്രദ്ധിക്കുന്നില്ല. അമ്മയുടെ ചിന്ത പോകുന്നത് താൻ സഹായം ചെയ്യേണ്ട വ്യക്തിയെക്കുറിച്ച് മാത്രമാണ്. പ്രിയമുള്ളവർ, ഇതുപോലൊരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കണം. വരാൻ പോകുന്ന വിമർശനങ്ങളെക്കുറിച്ച്, അസ്വസ്ഥതയെക്കുറിച്ച് ഭാരപ്പെടാതെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ഉചിതമായ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ അങ്ങനെയൊരു ഹൃദയം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഈ നോമ്പിൻ്റെ 7-ാം ദിവസമായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. നീ പരിശുദ്ധ മാതാവ് എപ്രകാരമാണ് എലിസബത്ത് പുണ്യവതിയെ സഹായിക്കാൻ വേണ്ടി നീ ഇറങ്ങി പുറപ്പെടുക. അവിടെ വചനം പറയുന്നുണ്ട്, മറിയം ഇറങ്ങി പുറപ്പെടുന്നത് ആരെക്കൊണ്ട് കൂടിയാണ്? യേശുവോട് കൂടെ മറിയം പോകുക. തനിക്ക് ഏറ്റവും അമൂല്യമായതിനെ, യേശുവിനെ അവൾ കൊണ്ടുപോവുകയാണ്.
മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വയം സാധിക്കില്ല. മറ്റുള്ളവർ പരസ്നേഹം കാണിക്കണമെങ്കിൽ സ്നേഹ സംസാരം, സ്നേഹപ്രവൃത്തി ഇതെല്ലാം നമ്മുടെ ജീവിത മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈശോയും ഉണ്ടാകണം. മറിയത്തിൻ്റെ ജീവിതത്തിൽ ഈശോയും ഉണ്ടായിരുന്നു. തൻ്റെ കൂടെയുള്ള യേശുവിനെയും കൊണ്ടാണ് പരിശുദ്ധ മാതാവ് എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി പോകുക. അതുകൊണ്ട് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ പരിശുദ്ധ മറിയം കൊണ്ടുവന്നത് ഭൗതികമായ സഹായം മാത്രമല്ല, ഭൗതികമായ സഹായങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിൽ കൂടുതലായിട്ട് മറിയം കൊണ്ടുവന്നത് തൻ്റെ ഉദരത്തിൽ ജീവിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്ന യേശുവിനെ കൂടി കൊണ്ടുവരികയാണ്. നമ്മുടെയൊക്കെ പരസ്നേഹം യഥാർത്ഥമായ പരസ്നേഹമായി മാറണമെങ്കിൽ നമ്മളവിടെ യേശുവിനെയും കൂടി കൊണ്ടുവന്ന് നിർത്തണം. പലപ്പോഴും പല സ്നേഹബന്ധങ്ങൾ അസ്വസ്ഥമായി മാറുക, നിസ്വാർത്ഥ സ്നേഹമല്ലാതായി മാറുക, അനവധി തെറ്റായ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ കടന്നു വരാൻ കാരണം അവിടെ യേശു നിൽക്കാത്തതുകൊണ്ടാണ്. യേശു നിൽക്കുമ്പോൾ, യേശുവിനോട് കൂടെ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ, യേശുവിനോട് കൂടെ പരസ്നേഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ തിന്മയായതൊന്നും വരില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അവ എലിസബത്ത് പുണ്യവതിയെ സന്ദർശിച്ചപ്പോൾ ഭൗതികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമല്ല, തൻ്റെ ഉദരത്തിൽ ജീവിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്ന യേശുവിനെ കൂടി മാതാവ് അവിടെ കൊണ്ടുവരികയാണ്. അങ്ങനെ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രിയമുള്ള ഒരു യേശുവിനെ കൊണ്ടുവരിക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആനന്ദം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ആനന്ദത്തിൻ്റെ പൂർണ്ണത കൊണ്ടുവരിക എന്നതാണ് യേശുവിനെ കൊണ്ടുവരിക എന്ന അർത്ഥം. യേശു എവിടെ വരുന്നുവോ അവിടെ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. നമുക്കറിയാം നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷം, ആനന്ദം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുക യേശു ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോൾ. അപ്പോൾ യേശുവിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ, യേശുവിന് കൂടി യാത്ര ചെയ്യുമ്പോൾ, യേശുവിന് കൂടി പരസ്നേഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതും നമുക്ക് ലഭിക്കുന്നതും ആനന്ദത്തിൻ്റെ പൂർണ്ണതയാണ്. ഈ സക്രിയ എലിസബത്ത് ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ തങ്ങളുടെ പ്രായത്തിൽ അസാധ്യമെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു ഗർഭത്തെക്കുറിച്ച് എലിസബത്ത് സക്രിയയും ആനന്ദിക്കുകയാണ്. ഇങ്ങനെ അവർ ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ ജീവിതത്തിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ മറിയം അവരിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പൂർണ്ണത കൊണ്ടുവരികയാണ്. മറിയം യേശുവിനെയും കൂടി കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് ഈ സക്രിയയുടെ ജീവിതത്തിൽ, എലിസബത്തിൻ്റെ ജീവിത മേഖലയിൽ ഈ ആനന്ദം അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടുവരിക. ഈ ആനന്ദം യേശുവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും വരുന്നതാണ്. അവിടെ വ്യക്തിപരമായ സ്നേഹബന്ധങ്ങളിലേക്ക്, പരസ്നേഹത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശുവിനെ കൂടി കൊണ്ടുപോകുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അവിടെ നമ്മളിന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം. ഈ മറിയത്തെ പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തിയാണ്. ഞാൻ അമാന്തം കാണിക്കുന്ന വ്യക്തിയാണ്. നാളെയാകട്ടെ, നാളെ കഴിഞ്ഞാകട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ സഹായം അറിയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, നമ്മുടെ ഉറ്റവരാകാം, അയൽപക്കത്തുള്ളവരാകാം, ബന്ധുമിത്രാദികളാകാം. അവനെ കണ്ടില്ല എന്നടിച്ച് ബോധപൂർവ്വം നമ്മൾ കണ്ണടച്ച് കളയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടാകാം, അവരുടെ വാർദ്ധക്യ സമയത്താകാം, അവരുടെ വേദനയുടെ സമയത്താകാം. അങ്ങനെ അവരുടെ വേദനയുടെ സമയത്ത്, വാർദ്ധക്യ സമയത്തൊക്കെ ഒരു സ്നേഹം കൊടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കണം. തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെടാൻ സാധിക്കണം. പലപ്പോഴും ഈ മേഖല വീഴ്ചകൾ വരുമ്പോൾ ഈ വീഴ്ചയെക്കുറിച്ച് അനുദിപ്പിക്കാൻ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവിടെ സഹായം അറിയിക്കുന്നവരിലേക്ക് കടന്നു ചെല്ലാറുണ്ടോ? ഞാൻ കടന്നു ചെല്ലുന്ന വ്യക്തിയാണോ എന്ന് സ്വയം ഒന്ന് ചോദിക്കണേ. ഇങ്ങനെ സഹായം അറിയിക്കുന്ന വ്യക്തികളിലേക്ക് സ്നേഹമായി കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കണം. അത് പ്രിയപ്പെട്ട മാതാപിതാക്കളോ ജീവിതം പങ്കാളിയോ മക്കളൊക്കെ ആകാം. ചേർത്ത് പിടിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും കുടുംബത്തിൻ്റെ അപ്പൻ്റെ ഒരു കണ്ണുനീര് കണ്ടത് ഓർക്കുക. ഒരു കുടുംബത്തിലെ അപ്പൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ ഈ അപ്പൻ്റെ 1-2 മക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ അപ്പൻ്റെ മക്കൾക്ക് ഉയർന്ന വരുമാനമുണ്ട്. എന്നാൽ അപ്പന് ഇവിടെ മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ല. ഈ അപ്പൻ കണ്ണുനീരോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മക്കൾ എന്നെ വിളിച്ച് ചോദിക്കാറില്ല, അപ്പന് മരുന്ന് വാങ്ങാനുണ്ടോ, അപ്പന് വല്ല രോഗമുണ്ടോ, അപ്പനെ ആശുപത്രിയിൽ പോകണോ, അപ്പന് മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമാണോ? അച്ഛൻ അവരെന്നെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല, എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് ചോദിക്കാറില്ല.
എനിക്ക് മരുന്ന് ആവശ്യത്തിന് വാങ്ങി തന്നെ അവർ പണം അയച്ചു തരാറില്ല. നമ്മളൊക്കെ ഉയർന്നു പോകുമ്പോൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ സ്നേഹത്തിൻ്റെ ഈ ചങ്ങലയല്ലേ, സ്നേഹത്തിൻ്റെ അഭിഷേകമല്ലേ? ദൈവം നമ്മെ ഉയർത്തുമ്പോൾ ചേർത്ത് പിടിക്കേണ്ട അനേകം ജീവിതങ്ങളുണ്ട്. നമ്മളൊന്ന് ഉയർന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കേണ്ടവരെ നമ്മൾ ചേർത്ത് പിടിക്കാനുണ്ട്. അത് പ്രിയപ്പെട്ട അപ്പനാകാം, അമ്മയാകാം, ജീവിത പങ്കാളിയോ മകനോ മകളോ, പ്രിയമുള്ളവരെ അധികാരികളുടെ സഹപ്രവർത്തകരെ ആരുമാകട്ടെ. ഇങ്ങനെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കാതെ പോകുന്നത് കൊണ്ടല്ലേ അനേക ജീവിതങ്ങൾ പരാജയമായി, അനേക ജീവിതങ്ങൾ ഏകാന്തതയിൽ, അനേക ജീവിതങ്ങൾ ഒറ്റപ്പെട്ടു പോകുക. ഇവിടെ സ്നേഹം കൊടുക്കുന്നതിൽ ഒരു മടുപ്പ് നമുക്ക് തോന്നാൻ സാധിക്കരുത്. നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം, നിസ്വാർത്ഥമായി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു അപ്പം പറഞ്ഞ മറ്റൊരു കാര്യം ഓർക്കുക, ആപ്പനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്നേഹം പ്രകടിപ്പിക്കേണ്ടവർ സ്നേഹം പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. ഇത് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിലേക്ക് നോക്കിക്കേ. അമ്മ തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെട്ടതുപോലെ നമ്മൾ സ്നേഹിക്കേണ്ടവരിലേക്ക്, നമ്മൾ സഹായിക്കേണ്ടവരിലേക്ക്, നമ്മൾ അനുഗ്രഹമായി മാറേണ്ടവരിലേക്ക് ഈ പരിശുദ്ധ അമ്മയെ പോലെ തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെടാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് പരസ്പരം ഒരു കരുതലുണ്ട്. നമ്മുടെ ഇടവ കൂട്ടായ്മയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിലുള്ള സ്നേഹ സഹോദരതുല്യമായ സ്നേഹമാണ്. നാം അന്യരെ വിധിക്കുന്ന വ്യക്തിയാണ്. നാം അന്യരെക്കുറിച്ച് തിന്മ പറയാറുണ്ട്. പരിശുദ്ധ അമ്മയെപ്പോലെ നാം സ്വീകരിച്ച ഏറ്റവും അമൂല്യമായതിന് യേശുവിനെ, അവിടുത്തെ സുവിശേഷത്തെയും നമ്മുടെ സംസാരത്തിലൂടെയും നമ്മുടെ സാക്ഷ്യങ്ങളുടെയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ദീപികാനാരാധനയെ ചോദിക്കണം, ഈ കർത്താവിനെ കൊടുക്കാനുള്ള അഭിഷേകം, ഈ സ്നേഹം കൊടുക്കാനുള്ള അഭിഷേകം എനിക്ക് തരണമേ എന്ന്. ഒരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ, ഒരു വ്യക്തിയെതിരായി നമ്മൾ പരദൂഷണം പറയുമ്പോൾ അത് സ്നേഹത്തിൻ്റെ കുറവാണ് എന്ന് നമ്മൾ എത്ര പേര് തിരിച്ചറിയുന്നു. യഥാർത്ഥമായൊരു സ്നേഹം നമുക്ക് ആ വ്യക്തികളുണ്ടെങ്കിൽ അതാരുമാകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, നമ്മുടെ അകന്നു കഴിയുന്ന വ്യക്തികളാകാം, നമ്മൾ ഏത് മനുഷ്യനെക്കുറിച്ച് ഒരു കുറ്റം പറയും വിമർശിക്കുമ്പോൾ നമ്മൾ അറിയണം നമുക്ക് ആ വ്യക്തിയോട് സ്നേഹത്തിൻ്റെ കുറവുള്ളതുകൊണ്ട്. ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഒരു കുറ്റം പോലും നമ്മൾ ചിന്തിക്കുക പോലുമില്ല, ഒരു കുറ്റം നമ്മുടെ മനസ്സിൽ വരിക പോലുമില്ല. ഇപ്പം പലരെയും കുറ്റം പറയുക, പലരെയും വിമർശിക്കുക, ഇതൊരു ശൈലിയായി നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നുവെങ്കിൽ അതിന് പിന്നെ സ്നേഹത്തിൻ്റെ കുറവ് പറ്റിപ്പോകുമ്പോഴാണ്, ഈ സ്നേഹം പറ്റിപ്പോകുമ്പോഴാണ് അസ്വസ്ഥത കടന്നു വരിക. അവിടെ ഈശോയോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം, ഈശോയെ എന്നെ സ്നേഹത്തിൻ്റെ ഒരു മകൻ, ഒരു മകളാക്കി മാറ്റണമേ. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വചനം പറയുന്നു, പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്ന് ഉള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വചനം ആദ്യമേ നമ്മോട് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം, ദൈവം നൽകുന്ന വലിയൊരു ആഹ്വാനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന വലിയ ആഹ്വാനം. ഇത് എന്തിനു വേണ്ടിയുള്ള ആഹ്വാനമാണ്? പരസ്പരം സ്നേഹിക്കാം എന്ന് നൽകുന്ന ആഹ്വാനമാണ്. എന്തുകൊണ്ടാണ് ഈ ദൈവം ഈ ആഹ്വാനം നമുക്ക് നൽകുക? ദൈവസ്നേഹമായതുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും സ്നേഹമായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുക, പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ഈ വലിയൊരു ആഹ്വാനം നമുക്ക് കേൾക്കണം കേട്ടോ. നമ്മുടെ ചെവിയൊന്നും തുറന്നു പിടിക്കണം. ചില വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സാംശീകരിക്കണം. നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കാതെ ഈ സ്നേഹ ആഹ്വാന മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ചില വ്യക്തികളോട് നീരസമുണ്ടെങ്കിൽ, പരസ്നേഹത്തിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നില്ല എങ്കിൽ, നീ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ദൈവത്തിന് മുമ്പിൽ നമ്മൾ ക്ഷമയോടെ നിന്നുകൊണ്ട് ചോദിക്കണം, ദൈവമേ പരസ്പരം സ്നേഹിക്കാൻ അഭിഷേകം എനിക്ക് തരണമേ. ഈ അഭിഷേകം കിട്ടാൻ വേണ്ടി നമ്മുടെ അമ്മ പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഒരു നിമിഷം പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ അമ്മ പരസ്നേഹത്തിൻ്റെ അമ്മയാണ്. ഈ അമ്മ തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെട്ട അമ്മയാണ്. ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ച അമ്മയാണ്. ഇപ്പം നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിത മേഖലയിൽ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കാതെ നമ്മളവരെ അകറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും നമ്മൾ കണ്ടുമുട്ടുന്ന ജാതിമത ഭേദമെന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ സമയം ദൈവത്തോട് ചോദിക്കണം, ദൈവമേ
തുടർന്ന് വരുന്ന ആരാധനയിൽ എന്നെ പരസ്നേഹത്തിൻ്റെ ഒരു മകൻ, പരസ്നേഹത്തിൻ്റെ ഒരു മകളാക്കി അവിടുത്തെ മാറ്റണമേ. മാതാവിനെ പോലെ സ്നേഹം കൊണ്ട് നിറയപ്പെട്ട് ഈശോയും കൊണ്ട് തിടുക്കത്തിൽ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു ജീവിതമായ എൻ്റെ ജീവിതത്തെ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നീ വചനം വീണ്ടും പറയുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വചനം വീണ്ടും പറയുക, സ്നേഹം എവിടെ നിന്നുള്ളതാണ്? ദൈവത്തിൽ നിന്നുള്ളതാണ്. നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നൊരു കാര്യമാണ്, ദൈവസ്നേഹമാണ്, ദൈവസ്നേഹമാണ്. ഈ ദൈവസ്നേഹമാണ്, സ്നേഹമാണ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്നെയും ഒരു സ്നേഹമാക്കി മാറ്റണമേ, ദൈവമേ എന്നെയും ഒരു സ്നേഹമാക്കി മാറ്റണമേ, ഞാനും ഒരു സ്നേഹമായി മാറാൻ, ഞാനെങ്ങനെ ദൈവത്തെ പോലെ എൻ്റെ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നൊരു വ്യക്തിയായിട്ട് മാറാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. സ്നേഹിക്കുന്നവനും സ്നേഹം കൊണ്ട് നിറയപ്പെടുന്നവനും ആ വ്യക്തി ദൈവത്തിൽ നിന്നുള്ളതാണ്. നീ വീണ്ടും വചനം പറയുന്നുണ്ട്, സ്നേഹിക്കുന്ന വ്യക്തി എവിടെ നിന്നാണ് ജനിച്ചത്? ആ വ്യക്തിയെക്കുറിച്ച് വചനം പറയുക, ആ വ്യക്തി ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ സ്നേഹിക്കാത്ത വ്യക്തി ജനിക്കുന്ന എവിടെ നിന്ന്? പിശാചിൽ നിന്ന്. സ്നേഹമാണ് ദൈവത്തിൽ ജനിച്ചതിൻ്റെ ഏക അടയാളം. വെറുപ്പും വിദ്വേഷമോ പ്രതികാരമുണ്ടെങ്കിൽ ആ ജനനം ഒരുപക്ഷെ പൈശാചികമാണ്. അവിടെ ദൈവത്തിൽ ജനിച്ച വ്യക്തിയുടെ അടയാളമായിട്ട് വചനം പറയുക, സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവന്. എനിക്ക് ദൈവത്തിൽ ജനിച്ചൊരു മകനായി മാറണമെങ്കിൽ, ഒരു മകളായി മാറണമെങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ നോമ്പിൻ്റെ 7-ാം ദിവസമായി എന്ന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കണം, സ്നേഹത്തിൻ്റെ വ്യക്തിയാക്കി മാറ്റണമേ എന്ന്. നീ വചനം അവസാനമായിട്ട് പറയുക, സ്നേഹിക്കുന്നവൻ ദൈവത്തെ അറിയുന്നു എന്നാണ്. ആരാണ് ദൈവത്തെ അറിയുക? സ്നേഹിക്കുന്നവനാണ് ദൈവത്തെ അറിയുക. ഇപ്പോൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ ആ ജീവിത പങ്കാളി അറിയണം കേട്ടോ, ആ വ്യക്തി ദൈവത്തെ അറിയുക. മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോൾ മക്കൾ അറിയണം കേട്ടോ, ദൈവത്തെ അറിയുക. മക്കളെ സ്നേഹിക്കുമ്പോൾ അപ്പനും അമ്മയും അറിയണം, ദൈവത്തെ അറിയുക. സഹോദരിയെ സ്നേഹിക്കുമ്പോൾ സഹോദരി അറിയണം, ദൈവത്തെയാണ് സ്നേഹിക്കുക. സഹപ്രവർത്തകരെ സ്നേഹിക്കുമ്പോൾ സഹപ്രവർത്തകർ അറിയണം കേട്ടോ, ദൈവത്തെയാണ് സ്നേഹിക്കുക. അധികാരികളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തി അറിയണം കേട്ടോ, ദൈവത്തെയാണ് സ്നേഹിക്കുക. അധികാരി അറിയണം, തൻ്റെ സഹപ്രവർത്തകരോട് കരുണ കാണിക്കുമ്പോൾ സ്നേഹിക്കുമ്പോൾ ദൈവത്തോടാണ് കരുണ കാണിക്കുക, ദൈവത്തെയാണ് സ്നേഹിക്കുക എന്ന് തിരിച്ചറിയണം. ഇന്ന് ഈ കരുണയും സ്നേഹവും ആഗ്രഹിക്കുന്ന അനേകം ചുറ്റുവട്ടങ്ങളുണ്ട്. ഈ പരിശുദ്ധമ്മയെപ്പോലെ നിസ്വാർത്ഥമായി അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ദൈവമേ, എന്നെ സ്നേഹത്തിൻ്റെ വ്യക്തിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ ഈ നിയമം വെച്ച് പ്രത്യേകമായി നമുക്ക് അപേക്ഷിക്കാം. ഈശോ നമ്മെ എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മയെപ്പോലെ സ്നേഹത്തിൻ്റെ ഒരു വ്യക്തിയായി മാറി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം
സ്നേഹമേകും ദൈവമേ സർവസ്വമേ. ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു. അവിവേകിയായി അരുതായ്മകൾ ചെയ്തു പോയതോർക്കരുതേ. അലിവോടെ നിൻ മകനാക്കണേ. ലോകപാത ഞാൻ വെടിയാം. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം. ആത്മാവിൽ തൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. നോമിൻ്റെ 7ാം ദിവസമായി ഇന്നത്തെ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഈശോയെ ഈ ദിവസം ഞങ്ങൾ പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് പരസ്നേഹത്തിൻ്റെ ഒരു മകനായി മാറാനുള്ള അഭിഷേകം ലഭിക്കാൻ വേണ്ടിയാണ്. തിരുസഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മറിയം എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ ഒരു സജീവ മാതൃകയാണ്. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ഈ സജീവ മാതൃക, സ്നേഹത്തിൻ്റെ പരസ്നേഹത്തിൻ്റെ മാതൃക ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലേക്കും നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സാധിക്കുന്നവരെ ഈ സമയം ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ ഒന്നുയർന്ന് ആരാധിക്കുന്ന സമയം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ഈശോയെ ആരാധിക്കുക, ഈശോയെ മഹത്വപ്പെടുത്തുക. കരങ്ങളടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ഈ ആരാധനയില് തിരുവസ്തുരുവനായ ഈശോയെ വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്നേഹത്തിൻ്റെ മക്കളായ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തിയൊന്നടിച്ച് കരങ്ങൾ ഉയർത്തിയടിച്ച് വലിയ അഭിഷേകത്തോടെ വലിയ ശക്തിയോടെ നല്ല ഈശോയെ ഒന്നുയർന്ന് ആരാധിക്കുക. കരങ്ങൾ താഴ്ത്തിയടിച്ച് ചെറുതുപാടാം. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വിളിക്കുന്നു യേശുവേ. കരപടിച്ച് ഇരുവശങ്ങളിലേക്ക് നനയുകൊണ്ട് ഈ നോമ്പിന്റെ 7ാം ദിനമായി ഇന്ന് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗവാസികളോട് ചേർന്ന് തിരുവസ്തുരുവനായ ഈശോയെ കരഘോഷത്തോടെ ആരാധിക്കുക. ഇന്നിവിടെ ഈ നിമിഷം
വലിയ കൃപകൾ, വലിയ അനുഗ്രഹങ്ങൾ, വലിയ സൗഖ്യങ്ങൾ നൽകണമേ എന്ന് ആഗ്രഹിച്ചു. സ്നേഹത്തിൻ്റെ പ്രവാചകരായി ഉയർത്തണമേ എന്ന് ആഗ്രഹിച്ചു. ചെറുതുപാടാണ് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. അതിനെ തോന്നു പാടാമോ? ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വിളിക്കുന്നു യേശുവേ, 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 യേശുവേ. കരപിടിച്ച് ഇരുവശങ്ങളിലേക്ക് നനയുക. നാം ആയിരിക്കുന്ന ഭവനത്തെ, നാം ആയിരിക്കുന്ന സമൂഹത്തെ ഈ ദൈവിക ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരഘോഷത്തോടെ ഈശോയെ മകത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന സമയം ഈശോയെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക, ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, ഈശോയെ അനുഗ്രഹമായി മാറ്റമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ നിമിഷം ചെറുതുപാടാൻ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളാൽ വെളിപ്പെട്ട ജ്ഞാനശക്തി ഒഴുകിടട്ടെ. തീച്ചൂള തന്നടുവിൽ കീർത്തനങ്ങൾ ആലപിച്ച അടയാളങ്ങൾ സംഭവിക്കട്ടെ. ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളാൽ വെളിപ്പെട്ട ജ്ഞാനശക്തി ഒഴുകിടട്ടെ. തീച്ചൂള തന്നടുവിൽ കീർത്തനങ്ങൾ ആലപിച്ച അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സ്തുതിക്കുന്നു യേശുവേ, 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 യേശുവേ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. തിരുവസ്തുരൂപനായ ഈശോയെ കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ പരിശുദ്ധമ്മയിലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ അഭിഷേകം, പരസ്നേഹത്തിൻ്റെ അഭിഷേകം, ഒന്നല്ല ഈശോയെ തിരുവസ്തുരൂപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം
ഒന്നാമത്തെ അധ്യായം 39 വചനം വായിക്കുമ്പോൾ നിബന്ധനം ഇപ്രകാരം പറയുക, നമ്മൾ ചിന്തിച്ചതാണ്, നമ്മൾ ധ്യാനിച്ചതാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദയിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എന്തിനാണ് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെടുക? അത് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെടാൻ കാരണം മാലാഖയിൽ നിന്ന് കേട്ട ഒരു ദൈവത്തിൻ്റെ വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വചനം പറയുന്നു, എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെയും ഗർഭം ധരിച്ചിരിക്കുന്നു. മറിയം ഈ വാർത്ത കേട്ടതേ ഉള്ളൂ. മറിയം തിടുക്കത്തിൽ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സഹായിക്കാൻ വേണ്ടി പോകുന്ന പോക്ക്, ആ യാത്ര സഹായിക്കാൻ വേണ്ടി പോകുന്നതാണ്. പരസ്നേഹത്തിൻ്റെ വലിയ ഒരു തീഷ്ണത, വലിയ അഭിഷേകം പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ ബന്ധുവായ വൃത്തിയായ എലിസബത്ത് ഗർഭിണിയായി. ഈ സമയം പരിശുദ്ധ അമ്മയും ഗർഭിണിയാണ്. താൻ വിശ്രമിക്കേണ്ട സമയമാണ്. എന്നിരുന്നാലും പ്രായമായ വാർദ്ധക്യം വന്ന തൻ്റെ ബന്ധുവായ എലിസബത്ത് ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ പരിശുദ്ധ മറിയം എടുക്കുന്ന തീരുമാനം എന്താ? തിടുക്കുന്ന യാത്ര പുറപ്പെടാനാ, വളരെ വേഗം ചെന്ന് സഹായിക്കാനാ, വേഗം ചെന്ന് അടുത്തിരിക്കാനാ, വേഗം ചെന്ന് പരിചരിക്കാനാ. ഈ ഒരു സ്നേഹശൈലി നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. സ്നേഹം കിട്ടാതെ കരയുന്ന മാതാപിതാക്കളില്ലേ? സ്നേഹം കിട്ടാതെ വിഷമിക്കുന്ന ജീവിത പങ്കാളിയില്ലേ? സ്നേഹം കിട്ടാതെ വിഷമിക്കുന്ന മക്കളില്ലേ? സ്നേഹം കിട്ടാതെ വിഷമിക്കുന്ന കൂടപ്പുറപ്പുകളില്ലേ? അവരെ അടുത്തുനിന്ന് പോയിരിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കാറുണ്ട്. മറിയത്തെ പോലെ തിടുക്കത്തിൽ ഇറങ്ങി ഓടാറുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങി ഓടാൻ സാധിക്കൂ. നമ്മുടെ ഈ അമ്മ, പരിശുദ്ധ അമ്മ, സ്നേഹത്തിൻ്റെ അമ്മയാണ്. എവിടെ സ്നേഹത്തിൻ്റെ കുറവുണ്ടോ, എവിടെ സ്നേഹം ആവശ്യമുണ്ടോ, എവിടെ തന്നെ സഹായം ആവശ്യമാണോ, നീ ആ ഭാഗത്തേക്ക്, ആ ഭവനത്തിലേക്ക്, ആ വ്യക്തിയിലേക്ക് ഈ അമ്മ ഇറങ്ങി ഓടുകയാണ്. ഈ ഒരു അഭിഷേകം, സ്നേഹിക്കാനുള്ള അഭിഷേകം, ചേർത്ത് പിടിക്കാനുള്ള അഭിഷേകം, പരസ്നേഹത്തിൻ്റെ അഭിഷേകം, സ്വയം മറന്ന് സ്നേഹിക്കാനുള്ള അഭിഷേകം ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവസ്തുരൂപനായ ഈശോയെ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുക. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. പരസ്നേഹത്തിൻ്റെ അഭിഷേകം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സ്പർശിക്കുമ്പോൾ തിരുവസ്തുരൂപനായ ഈശോയെ അങ്ങനെ മകൾ ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുക. റൂഹായെ, സ്നേഹത്തിൻ്റെ അഭിഷേകമായി ഞങ്ങളെ മാറ്റിടമേന്ന് ആഗ്രഹിച്ച് സാധിക്കുന്നവരെ ഇരു കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ചേർത്ത് പാടാമോ? റൂഹായെ, റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. ഒരുകൂടി ചേർത്ത് പാടാം. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ റൂഹായെ വരണമേ എന്ന് ഉള്ളിനുള്ളിൽ പ്രാർത്ഥിക്കുന്ന സമയം, താൻ ഗർഭിണിയായതുകൊണ്ട് യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്ന പരിശുദ്ധ അമ്മ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നമ്മളൊരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഇതുവഴി എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, നമുക്ക് അസ്വസ്ഥത വരുത്തുന്ന ഒരു സഹായവും നമ്മൾ പലർക്കും ചെയ്തു കൊടുക്കാറില്ല. എന്നാൽ മറിയം ഇതല്ല ശ്രദ്ധിക്കുക. തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിലേക്ക് മറിയം ശ്രദ്ധിക്കുന്നില്ല. തനിക്കുണ്ടാകുന്ന അസ്വസ്ഥതയിലേക്ക് മറിയം ശ്രദ്ധിക്കുന്നില്ല. മറിയത്തിൻ്റെ ശ്രദ്ധ മുഴുവനും തൻ്റെ സ്നേഹവും തൻ്റെ പരിചരണവും തൻ്റെ സഹായവും ആവശ്യമുള്ള ഈ എലിസബത്തിനെയാണ് മറിയം ശ്രദ്ധിക്കുക. ഈ എലിസബത്തിനെ സഹായിക്കാൻ വേണ്ടി മറിയം വീണ്ടും തിരക്കത്തിൽ ഇറങ്ങി ഓടുകയാണ്. പ്രിയമുള്ളവനെ ഈശോയോട് ചോദിക്കുക, പരിശുദ്ധാത്മാവേ, സ്വയം മറന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് മറന്നുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാൻ,
ഈ ഒരു അഭിഷേകം തരണമേ എന്ന് ആഗ്രഹിച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദേ കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കി ചേർത്ത് പാടുകയാണ്. റൂഹായേ വരണമേ, റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. വലിയ സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ ചേർത്ത് പാടുകയാണ്. റൂഹായേ, റൂഹായേ വരണമേ, അഭിഷേകം, അഭിഷേകം ചെയ്യണമേ. ഈ അഭിഷേകത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? യേശുവേ 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 ആരാധന, യേശുവേ യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. തിരുവസ്തുരൂപനായ ഈശോയെ കണ്ണുകൾ തുറന്നു നോക്കാം. പരിശുദ്ധമ്മ ഗർഭിണിയായതുകൊണ്ട് ഈ വരസഹായം ചെയ്യാൻ വേണ്ടി യാത്ര പുറപ്പെടുമ്പോൾ നമ്മുടെ നാടല്ലേ, നമ്മുടെ നാട്ടുകാരല്ലേ, എന്ത് കണ്ടാലും വിമർശിക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. ചുറ്റുമുള്ളവരും അയൽക്കാരും ബന്ധുക്കളൊക്കെ എന്തു പറയും? ഒരു ഗർഭിണിയായ സ്ത്രീയല്ലേ, വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട സമയം. ഈ സമയം പരസഹായത്തിന് വേണ്ടി ഉറങ്ങി ഓടുകയാണ്. സമൂഹം പറയുന്ന വിമർശനങ്ങളുണ്ടാകാം, സമൂഹം നൽകുന്ന കുറ്റപ്പെടുത്തലുണ്ടാകാം. പ്രിയപ്പെട്ടവർ എന്ന് കരുതിയവർ പോലും ഒരുപക്ഷെ നമ്മെ നോക്കി മുറുമുറുക്കുന്നുണ്ടാകാം. പക്ഷെ ഇതൊന്നും അമ്മ ശ്രദ്ധിക്കുന്നില്ല. അമ്മയുടെ ശ്രദ്ധ മുഴുവനും സഹായം അറിയിക്കുന്ന ഈ എലിസബത്തിൽ മാത്രമാണ്. തിരുവോസ്തുരൂപനായ ഈശോയെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയും, അവരെന്തൊക്കെ വിമർശനം നൽകും, ഇതൊന്നും ചിന്തിക്കാതെ പരിശുദ്ധ അമ്മയെപ്പോലെ സഹായം അറിയിക്കുന്ന വ്യക്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലാണ് അഭിഷേകം ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ അഭിഷേകമാണ് ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുക. ഈ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ചേർന്ന് പാടുകയാണ്. റൂഹായേ വരണമേ, റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. ഒരിക്കൽ കൂടി ചേർത്ത് പാടാം. റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ മറിയം എലിസബത്തിനെ സഹായിക്കാൻ വേണ്ടി തിടുക്കത്തിൽ ഇറങ്ങി ഓടുമ്പോൾ മറിയത്തിൻ്റെ കൂടെ ആരുണ്ട്? ഈശോയുണ്ട്. ഈശോയും കൊണ്ട് സഹായിക്കാൻ വേണ്ടി മറിയം ഓടുക. നമ്മുടെ സ്നേഹവും ഈശോയെ കൊണ്ടുള്ള സ്നേഹമായിരിക്കണം. നമ്മൾ ഓടേണ്ടത് ഈശോയെ കൊണ്ട് ഓടണം. നമ്മൾ കൊടുക്കേണ്ടത് ഈശോയെ. നമ്മുടെ ഉറ്റവർക്ക്, പ്രിയപ്പെട്ടവർക്ക് സഹായം അറിയിക്കുന്നവരിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് പരസ്നേഹത്തിൻ്റെ ഒരു കരുതലുണ്ട്. നമ്മുടെ ഇടവ കൂട്ടായ്മയിൽ, നമ്മുടെ പ്രിയപ്പെട്ട സമൂഹത്തിൽ ചേർത്ത് പിടിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സഹോദരത്തിലുമായ ഒരു സ്നേഹബന്ധം നമുക്കുണ്ട്. നമ്മൾ അന്യരെ വിധിക്കുന്ന വ്യക്തിയാണ്. അന്യനെക്കുറിച്ച് തിന്മ ചിന്തിക്കുകയും തിന്മ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. മറിയത്തെ പോലെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈശോയെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. ഈശോയെ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. യഥാർത്ഥ സ്നേഹം അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഈശോയെ കൊടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കണം. ഈ സ്നേഹം നിറവ് തരണമേ എന്ന് ആഗ്രഹിച്ച് ഒരു കൂടി കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഒന്ന് സ്തുതിക്കുക. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ചു ഈ ആരാധനയുടെ സമാപന ആശീർവാദ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൻ്റെ പ്രത്യേകമായ അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ദൈവത്തിൻ്റെ വചനം നൽകുന്ന ആഹ്വാനം സ്നേഹത്തിൻ്റെ ആഹ്വാനമാണ്. പരിശുദ്ധാമ്മ നമുക്ക് നൽകുന്ന ആഹ്വാനം സ്നേഹത്തിൻ്റെ ആഹ്വാനമാണ്. എൻ്റെ സ്നേഹ വലയത്തിൽ നിന്ന് ഞാൻ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടോ?
നീ അവരെയെല്ലാം സ്നേഹിക്കാൻ, അവരുടെ കഷ്ടപ്പാടിലേക്കും ജീവിത ആവശ്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാൻ, അതും പരിശുദ്ധ അമ്മ പോയതുപോലെ തിടുക്കത്ത് യാത്ര തിരിക്കാൻ ഈ അഭിഷേകം തരണമേ എന്ന് ആഗ്രഹിച്ച് ചേർത്ത് പാടുകയാണ്. റൂഹായേ വരണമേ, റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. ഇരുകരമുയർത്തി അഭിഷേകത്തോടെ പാടുകയെ റൂഹായേ വരണമേ, റൂഹായേ വരണമേ, അഭിഷേകം അഭിഷേകം ചെയ്യണമേ. ആശീർവാദ വേളയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈശോ ഈ സമയം നമ്മെ ആശീർവദിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ അമ്മയുടെ മക്കളായി ഞാനും നിങ്ങളും പരസ്നേഹത്തിൻ്റെ മക്കളായി തീരാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ദൈവമേ യേശുവേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.